ഇത്തവണ ഞങ്ങൾ ഊട്ടിയിലേക്ക് വന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് സാധാരണ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാതെ അവിടേക്ക് പോകാതിരിക്കാനാണ്. ഈ ഊട്ടിയിലെ ജീവിതം അത് കാണാനായിരുന്നു കൂടുതലും താല്പര്യം കാണിച്ചത്. ഗ്രാമപ്രദേശങ്ങളിൽ പോവുക. ഞങ്ങളിന്നൊരു കോവിലിൽ പോയി. ഒരു കോവിൽ തനി ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ളത്. അന്ന് അവിടെ പോയപ്പോൾ ഏകദേശം അവിടെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊന്നും അനുമതി തന്നില്ല. അവിടേക്ക് ഇറങ്ങരുതെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഞങ്ങൾക്ക് എല്ലാവിധ വിവരങ്ങളും അവർ തരികയും ചെയ്തു. അപ്പോൾ അതൊക്കെ കണ്ടു ഞങ്ങൾ. കാരണം റോഡ് പോകുന്ന ഉള്ളിലേക്ക് പോകുന്ന ചെറിയ പോക്കറ്റ് റോഡിലൂടെ അങ്ങനെ പോവുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് വെളുത്തുള്ളി ആ സമയത്ത് നല്ല വിലയിൽ നിൽക്കുന്ന സമയത്താണ്. പക്ഷേ വില കുറഞ്ഞു വന്നിരിക്കുന്ന സമയം, ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് വില കുറഞ്ഞു വരുന്ന സമയത്താണ് ഞങ്ങൾ അവിടേക്ക് എത്തിയത്. അപ്പോൾ അവിടെ വെളുത്തുള്ളി കർഷകർ അതിൻ്റെ വെളുത്തുള്ളി എടുക്കുന്നൊരു സമയത്താണ് ഞങ്ങൾ അവിടേക്ക് പോയത്. നല്ല ഗ്രാമീണ അന്തരീക്ഷം, നല്ല സൗഹൃദം. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഞങ്ങളോട് വളരെ ഇതെങ്ങനെ കൃഷി ചെയ്യുന്നു, ഏകദേശം 4 മാസം ഇതിൻ്റെ വിളവിന് വേണ്ടി എടുക്കും. 4 മാസം ആയാൽ അതിൻ്റെ വിളവെടുക്കാം. ഈ വെളുത്തുള്ളി ഈ കൃഷി ചെയ്തിരിക്കുന്നതിൻ്റെ ചുറ്റുഭാഗത്ത് നല്ല വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കാരണം വില കൂടിയ സമയത്ത് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തതായിരിക്കണം. പക്ഷേ ഇപ്പോൾ കർഷകർക്ക് ആ വിലയിൽ നിന്ന് താഴേക്ക് വന്നു. ഞങ്ങളോട് വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ സംസാരിക്കുകയും ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറയുകയും വെളുത്തുള്ളിയുടെ കാറ്റഗറികൾ 4 തരമായിട്ട് തിരിക്കുന്നു എന്നും ഇവിടുന്ന് തരം തിരിച്ചിട്ടാണ് അവിടെ എംപാലട എന്ന് പറയുന്ന തൊട്ടടുത്തുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ പച്ചക്കറിയുടെ ഇതേപോലുള്ള ക്യാരറ്റ്, ബീറ്റ്റൂട്ട് തുടങ്ങിയ അവിടുത്തെ ആ ഭാഗത്തുള്ള കൃഷിയെല്ലാം കേന്ദ്രീകരിക്കുന്ന സ്ഥലം. അപ്പോൾ അവർ അവിടുന്ന് ഈ വെളുത്തുള്ളിയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതിൽ നല്ല ഇനം വെളുത്തുള്ളി കുറച്ച് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും അടുത്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങി. പിന്നെ പോകുന്ന സമയത്ത് നമുക്കവിടെ എമറാൾഡ് എന്ന് പറയുന്നൊരു സ്ഥലത്ത്, എമറാൾഡ് അവലാഞ്ചിയിലേക്ക് പോകുന്ന വഴിക്കാണ്. എമറാൾഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് 2 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ലേക്കുണ്ട്. അത് അവലാഞ്ചിയിലും ഒരു ലേക്കുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് താരതമ്യം കുറച്ച് വെള്ളം കുറവായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ അധികം സമയമൊന്നും ചിലവഴിച്ചില്ല. പിന്നെ ഇവിടെ ഈ വഴിക്കൊക്കെ പോകുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നല്ല ഹോട്ടലുകൾ ഉണ്ടാവില്ല. ഫുഡൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമ്മളുടെ കയ്യിൽ കരുതണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ സ്നാക്സോ ഒക്കെ മതിയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതേ ആ രീതിയിലൊക്കെ അങ്ങനെ പോവുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ആ വഴിക്ക് അങ്ങനെ എമറാൾഡിലേക്ക് തിരിച്ചു വന്നു. പിന്നെ അവലാഞ്ചിയിലേക്ക് പോവുകയാണ്. അവലാഞ്ചിയിൽ പോകുന്ന വഴിക്ക് ക്യാരറ്റ് കൃഷി ചെയ്യുന്ന സ്ഥലത്ത്, വിളവെടുക്കുന്ന സ്ഥലത്ത് ഒക്കെ പോയി അത് നമ്മൾ കണ്ടു. അങ്ങനെ പോയി തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് റോഡ് സൈഡിൽ വളരെ മനോഹരമായ ഒരു ചെറിയ ചായക്കട. അതിൻ്റെ ലൊക്കേഷൻ തന്നെ ഭംഗിയുള്ള സ്ഥലം. അവിടുന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ, ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടുന്ന് എഴുന്നേൽക്കാൻ തോന്നാത്തൊരു അത്രയും ഭംഗിയും തണുത്ത കാറ്റും മാത്രമല്ല ചായയും അത്യാവശ്യം വേണ്ട കഴിക്കാവുന്ന സാധനം, ബ്രെഡ്, ഓംലെറ്റ്, പിന്നെ ഗ്രീൻ പീസ് തുടങ്ങി അങ്ങനെയുള്ള സാധനങ്ങൾ തരുന്ന ഒരു ചായക്കട. അവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു, സംസാരിച്ചു. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. കാരണം അതൊരു പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ എംപാലട, നേരത്തെ ഞാൻ സൂചിപ്പിച്ച എംപാലട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ ക്യാരറ്റ്, ബീറ്റ്റൂട്ടൊക്കെ വാഷ് ചെയ്യുന്നത് അവിടെയാണ്. നമുക്കൊരു ധാരണയുണ്ട് വൃത്തിയാക്കുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ. കാരണം പല വൃത്തിയായിട്ട വെള്ളത്തിലാണ് ചെയ്യുന്നത്. ഇത് നല്ല സയൻറ്റിഫിക്കായി വൃത്തിയായിട്ടാണ് അവരത് വാഷ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മെഷീൻ തന്നെ ഉണ്ട്. നമ്മൾ ഒന്നിച്ച് അതിലേക്ക് അങ്ങ് പോകും. കൈ കൊണ്ടൊക്കെ തൊടാത്ത രീതിയിൽ നന്നായിട്ട് വെള്ളം കൊണ്ട് ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ടാണ് ആ ക്യാരറ്റ് വരുന്നത്. ക്യാരറ്റ് ആദ്യം പോകുന്നത്, പിന്നെ വാഷ് ചെയ്ത് വരുന്നതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇവിടെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ക്യാരറ്റ് തന്നു. പിന്നെ അതിന് ഞങ്ങളൊരു പൈസ കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളതും കളക്ട് ചെയ്തിട്ട് ഒരു സംതൃപ്തിയോട് കൂടിയാണ് വരുന്നത്. കാരണം അവർ സംതൃപ്തരാണ്. കാരണം കൃഷി ചെയ്യുന്നു, അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നു. നമ്മളാണെങ്കിൽ ഇത് നേരിട്ട് ഒരു അനുഭവിച്ചറിയാണ്. ഊട്ടിയിലെ കൃഷിയും അതിൻ്റെ രീതികളും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. അടിപൊളി ഫ്രഷ് ക്യാരറ്റാണ്. ഇവിടുന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എല്ലായിടത്തും പേര് സൽക്കരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തന്നപ്പോൾ വെറുതെ പിന്നെ ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ 100 രൂപ വാങ്ങി. ഇത് നോക്കണേ, ഇത്രയുണ്ട്. ഏകദേശം ഒരു 4 കിലോ 5 കിലോ ക്യാരറ്റിന് 100 രൂപയാണ് അവർ വാങ്ങിയത്. ബാക്കിയുള്ളതൊക്കെ നേരത്തെ കിട്ടിയതൊക്കെ ഫ്രീ. പിന്നെ വെളുത്തുള്ളി 300 രൂപക്ക് അതും ഉണ്ട്. ഒരു 3 കിലോ 4 കിലോ വെളുത്തുള്ളി ഉണ്ട്. ഒക്കെ മൊത്തം പറഞ്ഞാൽ നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു. നന്നായിട്ട് ഊട്ടിക്കാർ ഞങ്ങളെ സൽക്കരിച്ചിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ ഇനി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വഴിക്കൊക്കെ വരുമ്പോൾ ഊട്ടിയിലെ ഗ്രാമങ്ങൾ നിർബന്ധമായിട്ടും കാണും. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഊട്ടിയുടെ ജീവിതവും ഊട്ടിയുടെ ഭംഗിയൊക്കെ ഉള്ളത് ഈ പ്രദേശങ്ങളിലേക്ക് വരുമ്പോഴാണ്. അങ്ങനെ ഞങ്ങൾ ആ എംപാനഡയും കഴിഞ്ഞുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോരാനുള്ള തയ്യാറെടുപ്പ്. ഈ പ്രാവശ്യം ഞങ്ങൾ 2 ദിവസം 3 ദിവസമാണ് യാത്രയ്ക്ക് എടുത്തത്. ഊട്ടിയിലെ ഇതുവരെ എത്തിപ്പെടാത്ത പല ഭാഗങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത്. അതിൻ്റേതായ ഒരു സുഖവും സന്തോഷവും ഞങ്ങൾക്ക് ഈ യാത്രയ്ക്ക് കിട്ടി. ഇതുപോലെ ഒരു ജീവിതം കാണുന്ന യാത്രകൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും സുഖകരമായിരിക്കും. ചെറിയ ചെറിയ സമയങ്ങൾ മതി നമുക്ക് കിട്ടുന്ന ഒഴിവ് ദിവസങ്ങൾ. ഒരു ശനിയാഴ്ച, ഞായറാഴ്ച ഇതുപോലുള്ള ദിവസങ്ങൾ എല്ലാം ഒന്ന് മാറ്റിവെച്ചാൽ നമുക്ക് വീണ്ടും എനർജി കിട്ടുന്ന രീതിയിലുള്ള യാത്രകൾ നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. ഏതായാലും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും സ്നേഹം അറിയിച്ചുകൊണ്ട് അടുത്ത യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.